നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചത് മൂന്നാർ ഗൂഡാർവിള സ്വദേശിയും ഇപ്പോൾ കുറ്റിയാർവാലയിൽ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ, ഭാര്യ ജാനകി, മകൾ ഹെമിമിത്ര എന്നിവർ. നിക്സന്റെ മറ്റൊരു മകൾ പരിക്കുകളുടെ ആശുപത്രിയിൽ ചികിത്സയിൽ. കട്ടപ്പനയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളും ഹോട്ടൽ ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങളിലെയും ആളുകൾക്ക് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതോടെ ദുരിതത്തിൽ വാഴത്തോപ്പ് പേപ്പാറയിലെ ഒരു കുടുംബം. ദുരിതത്തിലായിരിക്കുന്നത് പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മയും കുടുംബവും. കാലവർഷമെടുക്കുന്നതോടെ കുടുംബം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. കൊമ്പൊടിഞ്ഞാലിൽ 4 കുടുംബം വെന്തു മരിച്ചതിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും മരണത്തിലെ ദുരൂഹത പൂർണ്ണമായി നീക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പരാതി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. മൂന്നാർ ഗൂഡാർവിള സ്വദേശിയും ഇപ്പോൾ കുറ്റിയാർവാലയിൽ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ, ഭാര്യ ജാനകി, മകൾ ഹെമിമിത്ര എന്നിവരാണ് മരിച്ചത്. നിക്സന്റെ മറ്റൊരു മകളെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെയാണ് അപകടം നടന്നത്. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാങ്കയത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ മൂന്നാർ ഗൂഡാർവിള സ്വദേശിയും ഇപ്പോൾ കുറ്റിയാർവാലിയിൽ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ, ഭാര്യ ജാനകി, മകൾ ഹെമിമിത്ര എന്നിവരാണ് മരിച്ചത്. നിക്സന്റെ മറ്റൊരു മകളെ പരിക്കുകളോടെ കാങ്കയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ മരത്തിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കട്ടപ്പനയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളും ഹോട്ടൽ ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തെയും ആളുകൾക്ക് പരിക്കേറ്റു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. കട്ടപ്പന പുളിയമല റോഡിൽ പ്രവർത്തിക്കുന്ന അമ്പാടി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 8 പേരടങ്ങുന്ന സംഘവും ഹോട്ടലിലെ ജീവനക്കാരും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത്. തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെയും ആളുകൾക്ക് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റു. തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. വിവാഹ ആവശ്യത്തിന് വസ്ത്രങ്ങളും മറ്റും എടുക്കാൻ കട്ടപ്പനയിലെത്തിയ മ്ലാമല സ്വദേശി ഷംസും കുടുംബവും ഉച്ചഭക്ഷണത്തിനായി പുളിയമല റോഡിലെ അമ്പാടി ഹോട്ടലിൽ എത്തുകയായിരുന്നു. ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശമായ രീതിയിലുള്ള അനുഭവമാണ് ഉണ്ടായതെന്ന് ഇവർ പറഞ്ഞു. തുടർന്ന് തങ്ങൾക്ക് നേരെ ജീവനക്കാർ അസഭ്യം പറഞ്ഞതായും തങ്ങളെ ആക്രമിച്ചതായും ഭക്ഷണം കഴിക്കാനെത്തിയവർ പറഞ്ഞു. കഴിക്കാൻ പോയപ്പോൾ ഫാമിലി മൊത്തം ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. 2 ടേബിളിലായിട്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൊണ്ടുവരാൻ ലേറ്റായി. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ ചേട്ടാ ലേറ്റ് ആകുന്നതെന്ന് ചോദിച്ചു. ആദ്യം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് പുള്ളി ചോറ് കൊണ്ടുവന്നു. രണ്ടാമത് നമ്മൾ ചോറ് ചോദിച്ചപ്പോഴത്തേക്കും പാപ്പാക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ ടേബിളിൽ കിട്ടി, പാപ്പാക്കൊന്നും കിട്ടിയില്ല. ചോദിച്ചപ്പോഴത്തേക്കും നിക്ക് തൊലയാതെ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഒന്നും മിണ്ടിയില്ല. പുള്ളി തിരിച്ചു നിന്നിട്ട് ചോറ് ഇട്ട് വന്നപ്പോൾ ചേട്ടാ അതെന്ത് വർത്താനോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് നല്ലൊരു തെറിയും കൂടെ പറഞ്ഞു. അത് ചോദിച്ചപ്പോഴത്തേക്കും പാപ്പാനെ പറഞ്ഞത് ഞങ്ങൾ മക്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റ് പോയി ചോദിച്ചു. അപ്പോഴും അടിയോ പിടിയോ ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് ആൾക്കാരില്ല, അത് ഒച്ചപ്പാട് മേളമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ പതുക്കെ വെളിയിലോട്ട് ഇറക്കി. വെളിയിലിറക്കി കൊണ്ടുപോയിട്ട് ഞങ്ങളെ തിരിച്ച് കയറി വന്നു. തിരിച്ച് കയറി കൈ കഴുകിയിട്ടില്ലായിരുന്നു. കൈ കഴുകാൻ വേണ്ടി കയറി വന്നാൽ ഉമ്മ അകത്തായിപ്പോയി. ഉമ്മാനെയും പിടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്ക് അവർ ഷട്ടർ അടച്ച് അവിടുത്തെ കുറേ സ്റ്റാഫുകളുണ്ടായിരുന്നു. എല്ലാവരും വലിച്ചു വരടിച്ചു. കുപ്പി ഗ്ലാസ് വെച്ച് എറിഞ്ഞ് ജഗ്ഗിനടിച്ച് എൻ്റെ തലയിൽ 3-4 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ അത് ബാക്കി പരിക്കും ചെയർ വെച്ച് വരെ അടിച്ചിട്ടുണ്ട്. അവിടെ ഗ്ലാസും കുറേ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് പോരാത്തതിന് പോലീസുകാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ വെളിയിലോട്ട് ഇറക്കി വിടുന്നത്. ഇറങ്ങി വന്ന വഴിക്ക് എൻ്റെ ഏറ്റവും അനിയൻ്റെ മുഖത്ത് നോക്കി അവിടെ മദ്യപിച്ചിരുന്ന ഒരാളെ അടിക്കുന്നത് പോലീസുകാരുടെ മുമ്പിലിട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിനിരയായ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. വലിയ തിരക്കുള്ള സമയത്താണ് ഇവർ ഭക്ഷണം കഴിക്കാനെത്തിയത്. എന്നാൽ നൽകിയ ഭക്ഷണത്തിൽ കറി കുറവാണെന്ന് പറഞ്ഞ് യാതൊരു പ്രകോപനവും കൂടാതെ ഭക്ഷണം കഴിക്കാനെത്തിയവർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു.
8 പേരുണ്ടായിരുന്നു. ഇവർക്ക് 8 ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവർക്ക് കറി കുറവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കറി അങ്ങനെ നമ്മൾ ആദ്യം കുറച്ചൊക്കെ നമ്മൾ ഇറങ്ങുള്ളൂ, രണ്ടാമത് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ കറി എടുക്കാൻ പോയി. വേറെ ഒരു 5 ബിരിയാണി കൊടുക്കാൻ പോലും നിന്നില്ല. ഇവർക്ക് ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞ് പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞു. പുളിശ്ശേരി എടുത്ത് കൊണ്ടേ കൊടുത്തപ്പോൾ തന്നെ മറ്റേ ആൾ പറഞ്ഞ് കറി പിന്നെയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കറി എടുത്ത് കൊടുത്തു. ഞാൻ ചോറ് വേണമെന്ന് പറഞ്ഞു. ഇവർ എന്നെ തെരുതര ഇങ്ങനെ ഓടിക്കുക. ഞാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും പറഞ്ഞു ഞാൻ ഇവരെ തെറി വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കയറി അടിക്കുക ചെയ്ത്. ജഗ് എടുത്ത് എന്നെ തലയെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇമാർ നിർത്തി ഇമാർ ചെറുപ്പക്കാരുള്ളതെല്ലാം നിർത്തിയിട്ട് തന്നെ അടിക്കുക ചെയ്ത്. എൻ്റെ ഷർട്ടും എല്ലാം കയറി, ബ്ലഡെല്ലാം എൻ്റെ 8 സ്റ്റിച്ചുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു കാരണവശാലും ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല അവരോട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. ആക്രമണത്തിൽ ഹോട്ടലിലുള്ള വസ്തുക്കൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭക്ഷണം വാങ്ങുവാൻ ഹോട്ടലിലെത്തിയ ആളുകൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതോടെ ദുരിതത്തിൽ വാഴത്തോപ്പ് പേപ്പാറയിലെ ഒരു കുടുംബം. പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മയും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇവർ വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ വീട് അപകടാവസ്ഥയിലായി. കാലവർഷം അടുക്കുന്നതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ കുടുംബം. മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പൈനാവ് പേപ്പാറ അശോകക്കവല റോഡ് നിർമ്മിച്ചത്. 22 കിലോമീറ്റർ ദൂരമുള്ള റോഡ് BM ആൻഡ് BC നിലവാരത്തിൽ പണിയുന്നതിനായി 122 കോടി രൂപയും അനുവദിച്ചു. KSTPക്കായിരുന്നു റോഡിന്റെ നിർമ്മാണ ചുമതല. അവികസിത മേഖലയായിരുന്ന പേപ്പാറ പ്രദേശത്ത് ഉന്നത നിലവാരത്തിലുള്ള റോഡ് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മ സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയും വിട്ടു നൽകി. വീടിനോട് ചേർന്ന മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബാംഗങ്ങളും വലിയ ആശങ്കയിലാണ്. ഈ ഭാഗത്ത് റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് PWD അധികൃതർ വാക്കു നൽകിയതുകൊണ്ടാണ് ഇവർ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയത്. എന്നാൽ കരാറുകാരൻ വാക്കു പാലിച്ചില്ലെന്നും മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. ഞാനൊരു രോഗിയാണ്. എനിക്ക് ഇവിടെ രാത്രിയിലാണെങ്കിലും കിടന്നുറങ്ങാൻ ഒരു രക്ഷയില്ല. എപ്പോഴാണ് മണ്ണിടിഞ്ഞ് ചാടുന്നതെന്ന് അറിയാൻ പാടില്ല. വണ്ടി പോകുമ്പോൾ വെയിൽ തെളിഞ്ഞ വണ്ടി പോയി കഴിയുമ്പോൾ പൊടി കാരണം എനിക്ക് ശ്വാസം മുട്ട ഇട്ട് വീട്ടിലിരിക്കാൻ പാടില്ല. വലിയ പോണ വണ്ടിയുടെ കല്ല് വരെ തെറിച്ച് തല ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഭിത്തി കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഈ റോഡ് പണിതപ്പം മുതൽ കെട്ടിത്തരാമെന്ന് ഇതുവരെയും കെട്ടി തന്നിട്ടില്ല. ഞങ്ങൾ പലരോടും പറയുകയും ചെയ്തു, ആരും ഇതുവരെയും കെട്ടി തന്നിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരൻ കടന്നു. ഇതോടെ 100 മീറ്റർ ദൂരത്ത് മാത്രം റോഡിന്റെ നിർമ്മാണം നടന്നിട്ടില്ല. നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ വഴി കണ്ടാൽ ഈ പറയുന്ന പ്രദേശവാസികൾക്ക് മാത്രമല്ല, ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഈ ആളുകൾക്ക് ഇത് കണ്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, അതുപോലെ ബ്ലോക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, എല്ലാ സംവിധാനങ്ങളുള്ളൊരു സംവിധാനമാണല്ലോ ഇത്. ഇവരെല്ലാം വന്നു പോകുന്നു, അവരുടെ വണ്ടിക്ക് അവർ വരുന്നു, അവർ പോകുന്നു. പക്ഷേ അവരൊന്നും ഇവിടെ താമസിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ താമസിക്കുന്നത് ഈ പ്രദേശത്താണ്. ഈ അമ്മച്ചി എന്ന് പറയുന്നത് 6 ജീവനുള്ള ഒരു കുടുംബം. ഈ നേരെ താഴെ കാണുന്ന ഒരു വീട് അവരുടെയാണ്. 6 ജീവനുണ്ട് അവിടെ. ഇവർക്ക് സംരക്ഷണത്തിൽ കെട്ടിക്കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കെട്ടിപ്പൊക്കി എന്തൊക്കെയോ കൂടത്തൊന്നും ചെയ്തു, എന്തൊക്കെയോ ചെയ്തെങ്കിലും അറിയത്തില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഈ 50 മീറ്റർ പരിസരത്ത് ഈ വഴി എത്രയും പെട്ടെന്നില്ലെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ KSTPയുടെ ഒരു വണ്ടി പൈനാവിൽ നിന്ന് പുറപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ അറിയും. ആ വണ്ടി ഞങ്ങൾ തടഞ്ഞിരിക്കും. മഴ ശക്തമായാൽ വീടിന് മുകളിലേക്ക് മണ്ണിടിയാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 6 അംഗങ്ങളാണ് ഈ വീട്ടിലുള്ളത്. 2018 പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടായ പ്രദേശം കൂടിയാണിത്. 122 കോടി രൂപ ചിലവഴിച്ച് 22 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മിച്ചതിൽ 100 മീറ്റർ ഭാഗത്ത് മാത്രമാണ് പ്രതിസന്ധി നിലനിൽക്കുന്നത്. ചിന്നമ്മയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അടിയന്തരമായ റോഡിന്റെ ബാക്കിയുള്ള ഭാഗത്തെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൊമ്പടിഞ്ഞാലിൽ 4 അംഗ കുടുംബം വെന്തു മരിച്ചതിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമാകുന്നു. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും മരണത്തിലെ ദുരൂഹത പൂർണ്ണമായി നീക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 11-ാം തീയതി വൈകിട്ടോടെയായിരുന്നു കൊമ്പൊടിഞ്ഞാലിൽ 4 അംഗ കുടുംബത്തെ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭയുടെ മാതാവ് പൊന്നമ്മ, ശുഭയുടെ മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവരായിരുന്നു മരിച്ചത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി അഗ്നിക്കിരയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തതക്കുറവ് സംഭവിച്ചതായാണ് വിവരം. കുട്ടികളടക്കം 4 പേർ മരിച്ച സംഭവത്തിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം സംഭവ ദിവസം മുതൽ വിവിധ കോണുകളിൽ നിന്നും ശക്തമാണ്.
നിലവിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. എന്നാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. 3 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് വെള്ളത്തോട്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, ആ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. അവരാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇടുക്കി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത തല ഉദ്യോഗസ്ഥർ ആ വിഷയം, ഈ കേസ് പഠിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. പൊതുജനങ്ങൾക്കിടയിൽ നല്ല ആശങ്കയുണ്ട്, ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെയൊരു മരണമോ കാര്യങ്ങളോ അടുത്ത പ്രദേശത്ത് നടന്നിട്ടില്ല. ഒറ്റപ്പെട്ട മേഖലയാണ് ഈ മേഖല. സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് പൊതുജനങ്ങളുടെയും ആ മേഖലയിലുള്ള ആൾക്കാരുടെയും അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇടുക്കി പോലീസ് മേധാവിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം. തീപിടുത്ത കാരണമടക്കം വിവിധങ്ങളായ സംശയങ്ങൾ പൊതുപ്രവർത്തകരും സമീപവാസികളും മുമ്പോട്ട് വയ്ക്കുന്നു. സംഭവശേഷം പോലീസ് സ്ഥലത്തു നിന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു. വിവിധ ആളുകളിൽ നിന്നും പോലീസ് മൊഴികളും ശേഖരിച്ചിട്ടുണ്ട്. 4 ജീവനുകൾ കവർന്ന സംഭവത്തിലെ ദുരൂഹതയകറ്റാൻ പോലീസിന്റെ പഴുതടച്ച അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിയും തോറും ശക്തമാവുകയാണ്. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്ന് ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായി പരാതി. സംഭവത്തിൽ പള്ളിക്കുന്ന തനിക്കോടതിയിൽ ജോൺസണെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം മാറ്റുവാൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു. ശാന്തൻപാറ ചേരിയാർ പുത്തടി ഭാഗത്ത് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. റോഡിൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് പ്രതി പോലീസുകാരെ ആക്രമിച്ചത്. വീതി കുറഞ്ഞ ചേരിയാർ പുത്തടി റോഡിൽ എതിർദിശയിൽ നിന്നും വന്ന കാറിൽ യാത്ര ചെയ്തിരുന്ന ജോൺസൺ പോലീസ് വാഹനത്തിന് കടന്നുപോകുവാൻ സൈഡ് കൊടുക്കാൻ തയ്യാറാകാതെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. SI-മാരായ രാജ് നാരായണനും സാബുവിനും CPO ജിനോയ്ക്കുമാണ് പരിക്കേറ്റത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ചന്ദൻപാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ദിനം കരിദിനമായി ആചരിച്ച UDF. ഇതിന്റെ ഭാഗമായി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ദിനം സംസ്ഥാനമൊട്ടാകെ കരിദിനമായാണ് UDF ആചരിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് UDF കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ഗതികേടായി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണ്. അർഹതപ്പെട്ട അവകാശങ്ങൾക്കായി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം 100 ദിനത്തിൽ എത്തിയ ദിവസമാണ് പിണറായി സർക്കാർ വാർഷികം ആഘോഷിക്കുന്നത്. പാവപ്പെട്ടവരുടെ നെഞ്ചിൽ കയറി നിന്നാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണം നടക്കുന്നതെന്നും ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. ജനജീവിതം ദുസ്സഹമാക്കിയ പിണറായി ഗവൺമെന്റിന്റെ 9ാം വാർഷികം, 2ാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 4ാം വാർഷികാഘോഷം ഇന്ന് കേരളത്തിലെ ഉടനീളം ഐക്യജനാധിപത്യ മുന്നണി കരിദിനമായി ആചരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഗതികേടാണ് ഈ ഗവൺമെന്റ്. ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു വലിയ ദുരന്തമായി ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ വാർഷികാഘോഷത്തിന് വേണ്ടി നെടുമ്പാശ്ശേരിയിൽ പിണറായി വിജയനും മന്ത്രിമാരും കൂടി കേക്ക് മുറിക്കുമ്പോൾ ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ 232 രൂപ മാത്രം കിട്ടുന്ന ആശാ വർക്കേഴ്സിന്റെ സമരത്തിന്റെ 100ാം ദിവസമാണ് നിങ്ങൾ നെടുമ്പാശ്ശേരിയിൽ കേക്ക് മുറിച്ച് നിങ്ങളുടെ വാർഷികാഘോഷം നടത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ഈ നാട്ടിലെ പാവപ്പെട്ട, ജീവിക്കാൻ വേണ്ടി വിഷമിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ ആഘോഷ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നത്. മണ്ഡലം ചെയർമാൻ സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ തോമസ് രാജൻ, KJ ബിന്നി, ഫിലിപ്പ് മലയാറ്റ്, ജോസ് മുത്തനാട്ട, സിനു വാലുമേൽ, ജോയി കുടക്കച്ചിറ, ബീന ടോമി, ജോയി ആനത്തോട്ടം, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ കല്ലുകുന്ന് വാർഡിൽ മഹാപ്രളയത്തിൽ തകർന്ന അസിപ്പടി പീഡികപ്പുരയിടം റോഡ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് സന്ദർശിച്ചു. റോഡ് നിർമ്മാണത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ തുക അനുവദിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് CV വർഗീസ് പറഞ്ഞു.
2018 ഓഗസ്റ്റ് 15 മലവെള്ളപ്പാച്ചിലിൽ 20 അടിയോളം താഴ്ചയിലേക്ക് റോഡ് ഇടിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. റോഡ് തകർന്നതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതമനുഭവിച്ചു വരികയാണ്. നഗരസഭാ പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി CV വർഗീസ് ഫോണിൽ സംസാരിച്ചു. കല്ലുകുന്ന പ്രദേശത്തുള്ള ഈ മേഖല അന്നതിൻ്റെ ഭാഗമായി ഇടിഞ്ഞ് തകർന്ന പ്രദേശമാണ്. അന്ന് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി ബഹുമാനായ റോഷി ഹസൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇടപെട്ട് ഏതാണ്ട് 45 ലക്ഷം രൂപ ഇതിന് അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ പൈസയ്ക്ക് ഇത് പണിയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് സാങ്കേതികമായി തടസ്സം പറഞ്ഞ് ഇപ്പോൾ ആളുകൾക്ക് കുടിവെള്ളം പോലും കൊണ്ടുവരാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നാളെ ബഹുമാനപ്പെട്ട കട്ടപ്പന മുനിസിപ്പൽ AE ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്ന് നാളെ ഇത് നോക്കി ഇതിൻ്റെ ബാലൻസ് എസ്റ്റിമേറ്റൂടെ എടുക്കേണ്ടത് എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സാങ്കേതിക തടസ്സം നീക്കി സമയബന്ധിതമായി ഈ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 20 ലക്ഷവും അനുവദിച്ചിരുന്നു. എന്നാൽ 7 വർഷമായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ മറ്റു തുടർ നടപടിയോ ഉണ്ടായിട്ടില്ല. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ LDF കൗൺസിലർമാർ മുമ്പ് സമരവും നടത്തിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി, കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടോമി ജോർജ്, KP സുമോദ്, ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി TGM രാജു, നോർത്ത് ലോക്കൽ സെക്രട്ടറി MA സുരേഷ്, ബ്രാഞ്ച് സെക്രട്ടറി നിജിമോൻ എന്നിവർ CV വർഗീസിനൊപ്പം സ്ഥലം സന്ദർശിച്ചു. എസ്റ്റേറ്റ് പൂപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ഇരുചക്ര വാഹനവും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനാണ് പരിക്കേറ്റത്. പൂപ്പാറ സ്വദേശി പാണ്ഡിതുരയ്ക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എസ്റ്റേറ്റ് പൂപ്പാറ ഷാപ്പിന് മുമ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. രാജകുമാരി ഭാഗത്തു നിന്നും വന്ന കർണാടക സ്വദേശികളുടെ വാഹനത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. തുടർന്ന് പാണ്ഡിതുരയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സ ആവശ്യമായതിനാലാണ് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ശാന്തൻപാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന അടിമാലി പഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചുപൂട്ടിയിട്ട് 2 മാസം പിന്നിടുന്നു. ഇതോടെ നിർധന കുടുംബത്തിൽ നിന്നുള്ളവരുടെ മരണാനന്തര ചടങ്ങുകൾ ദുരിതമായി മാറുകയാണ്. ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അടിമാലിയിൽ നിന്ന് മാത്രമല്ല, അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങൾക്ക് മുമ്പടച്ച പൊതുശ്മശാനം ഇനിയും പ്രവർത്തനക്ഷമമാക്കാത്തതാണ് ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. ഭൂമിയില്ലാത്ത ഒരാൾ മരിച്ചാൽ അടക്കം ചെയ്യാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ട് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. മൂന്നാർ പോലെയുള്ള മേഖലകളിലേക്ക് പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ദേവികുളം താലൂക്കിലെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ പല മേഖലയിൽ നിന്നും ശവസംസ്കാരത്തിനായി മൃതദേഹങ്ങൾ ഈ പൊതുശ്മശാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമായതോടെ ഇതുപോലെ ഭൂമിയില്ലാത്ത അനാഥരായ ആളുകളെ ദഹിപ്പിക്കാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അടിയന്തരമായി ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരുമെന്ന് അറിയിക്കുക. 28 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 1 മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു ശ്മശാനം അടയ്ക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നത്. ശ്മശാനത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ അടക്കം നവീകരണ ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ എടുത്തിട്ടുള്ളത്. പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് വൈകുന്നത് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതായി വരുന്ന കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട്. ഇതോടെയാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് രാജു തോമസിന്റെ 1ാം ചരമവാർഷിക അനുസ്മരണം നടന്നു. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന അനുസ്മരണ യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. രാജു തോമസ് നാടിന്റെ വികസനത്തിനായി നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിയായിരുന്നുവെന്ന് EM അഗസ്തി അനുസ്മരിച്ചു. നന്നായി സംസാരിക്കണം. സംസാര ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. എല്ലാവർക്കും അത് ലഭ്യമാകണമെന്നില്ല. ചിലർക്ക് നല്ല അറിവുണ്ടാവും, പക്ഷെ സംസാരിക്കാൻ കഴിയത്തില്ല. ചിലർക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടാവും, അറിവ് കുറഞ്ഞു പോകും. പൊതുരംഗത്ത് നടക്കുന്ന ആളുകളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും സവിശേഷമായ കാര്യം അറിവുണ്ടാവുക, അറിവ് പ്രകടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ രാജു നമ്മൾ പലരേക്കാൾ വളരെ മുമ്പിലായിരുന്നു.
എന്നതാണ് കാര്യം. അദ്ദേഹത്തെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ട്. ആരോടും ഭയമില്ലാതെ പറയാനുള്ള, ആരോടും ഭയമില്ലാതെ തന്റെ മനസ്സിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സംസാര ഗാഥയും ശ്രീ രാജീവനുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചൻ നീറണാക്കുന്നേൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി സത്യൻ, ഷൈനി സച്ചി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രബി തോമസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അനീഷ് ജോർജ്, പി രാജൻ, നോബിൾ ജോസഫ്, വർഗീസ് വെട്ടിയാങ്കൽ, തോമസ് പെരുമന, ജോയി കൊച്ചുകരോട്ട, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ടം, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് സാജൻ കുന്നേൽ, സാജു പട്ടിരമേടം തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും അനുസ്മരണത്തിൽ പങ്കെടുത്തു. അടിമാലി ടൗണിൽ ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഡിവൈഡറുകൾ അപകട സാധ്യത ജനിപ്പിക്കുന്നു. റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലം പതിക്കാറായ സ്ഥിതിയിലാണ്. അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ടൗണിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും അടിമാലി കുമ്മളി ദേശീയപാത കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡിലും ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. കാലപ്പഴക്കം ചെന്ന ഈ ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത്. ഇരുദിശകളിലേക്കും പോകുന്ന വാഹനങ്ങൾ വരിതെറ്റിച്ച് പോകാതിരിക്കാനായി കല്ലാർകുട്ടി റോഡിന്റെ മധ്യഭാഗത്തുകൂടി ഒരടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു മുകളിലാണ് ഇരുമ്പ് ഡിവൈഡർ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലം പതിക്കാറായ സ്ഥിതിയിലാണ്. അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിൽ നമ്മൾ റോഡിൻ്റെ നെടുഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന ഡിവൈഡറുകളെല്ലാം തുരുമ്പിച്ച് വളരെ ശോചനീയാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പല ഡിവൈഡറുകളും ഒടിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആരൊക്കെ അതെടുത്ത് റോഡ് സൈഡിൽ തന്നെ ചാരി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു അപകടത്തിന് ടൂ വീലറുകാർക്കും വലിയ വണ്ടികൾക്കും യാത്രക്കാർക്കൊക്കെ വലിയ അപകടത്തിന് കാരണമാണ്. അതൊന്നും നന്നാക്കി അടിമാലിയുടെ പ്രധാനപ്പെട്ട വാഹനങ്ങൾ NH 3 പോകുന്ന NH ആണെങ്കിലും കുമ്പളിക്ക് പോകുന്ന NHൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം പോലും ഈ ഡിവൈഡറുകളൊക്കെ നന്നാക്കി അത് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. അതങ്ങനെ റോഡിൽ കടന്നുപോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾക്ക് കാരണമാണ്. ശക്തമായ കാറ്റ് വീശിയാൽ നിലംപതിക്കാവുന്ന വിധം ചുവട് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്ന ഡിവൈഡർ ഭാഗങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന പരാതി ഉയരുന്നു. നാളുകൾക്ക് മുമ്പ് ഈ വിധം ചില ഡിവൈഡറുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ഇരുചക്ര വാഹന യാത്രികരുടെ ദേഹത്ത് ഇവ പതിച്ചാൽ അപകടത്തിന് വഴിയൊരുക്കും. കല്ലാർകുട്ടി റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിവൈഡറുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്തവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ 1ാം റാങ്ക് നേടി കട്ടപ്പന സ്വദേശി ഗൗരി ബിലേഷ്. 4 വയസ്സ് മുതൽ തുടങ്ങിയ നൃത്തകലയോടുള്ള താല്പര്യമാണ് ഗൗരിയെ ഈ നേട്ടത്തിന് അർഹയാക്കിയത്. 4 വയസ്സ് മുതലാണ് ഗൗരി നൃത്തം അഭ്യസിച്ച് തുടങ്ങിയത്. 6ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചു. കലാമണ്ഡലം ബീനിയുടെ കീഴിലായിരുന്നു നൃത്ത പരിശീലനം. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠത്തിലാണ് പഠനം നടത്തിയിരുന്നത്. തുടർന്ന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ മോഹിനിയാട്ടത്തിൽ പഠനം തുടർന്നു. 7ാം ക്ലാസ്സിൽ സംസ്ഥാന കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അതോടൊപ്പം നിരവധി നേട്ടങ്ങളാണ് ഗൗരി ബിലേഷ് നേടിയത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലാണ് BA മോഹിനിയാട്ടത്തിൽ 3 വർഷം പഠനം നടത്തിയത്. 1ാം റാങ്ക് കരസ്ഥമാക്കിയാണ് BA പൂർത്തിയാക്കിയത്. ഞാൻ 8ാം ക്ലാസ് മുതൽ +2 വരെ കലാമണ്ഡലത്തിൽ 5 വർഷം മോഹിനിയാട്ടം പഠിച്ചു. അവിടുന്ന് പിന്നെ ഡിഗ്രിക്ക് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ മോഹിനിയാട്ടത്തിന് ചേർന്നു. 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എനിക്ക് 1ാം റാങ്കോടുകൂടി ഇറങ്ങാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവരുടെ സപ്പോർട്ടും എൻ്റെ ഗുരുക്കന്മാരുടെ സപ്പോർട്ടും അവരുടെ അനുഗ്രഹമൊക്കെ കൊണ്ടാണ് ഇത് നേടാൻ പറ്റിയത്. സ്കൂൾ കാലഘട്ടം മുതലേ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നേട്ടങ്ങൾ ഗൗരി നേടിയിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ നേട്ടങ്ങൾ വാരിക്കൂട്ടിയ സഹോദരി കല്യാണിയെ നൃത്യം അഭ്യസിപ്പിക്കുന്നതും ഗൗരിയാണ്. വാഗവേലിൽ ബിലേഷ് മിനി ദമ്പതികളുടെ മകളാണ് ഗൗരി. മാതാപിതാക്കളുടെയും സഹോദരിയുടെയും പൂർണ്ണ പിന്തുണയാണ് ലാസ്യപ്രാധാന്യമായ ഈ ദൃശ്യകലയിൽ നേട്ടങ്ങൾ കീഴടക്കാൻ ഗൗരിക്ക് പ്രചോദനം പകരുന്നത്. തുടർന്ന് മോഹിനിയാട്ടം MA പഠനത്തിലേക്കാണ് ഗൗരി കടക്കുന്നത്. പ്രവേശന പരീക്ഷയിലും റാങ്കിന്റെ തിളക്കമാണ് ഗൗരിക്ക് നേടാൻ കഴിഞ്ഞത്. PhD അടക്കമുള്ള ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് കട്ടപ്പനക്കാരുടെ അഭിമാനമായി മാറിയ ഗൗരി ബിലേഷ്.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന നടപടി ഉടൻ ഉണ്ടാകണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. വലിയ അളവിലാണ് മണ്ണ് റോഡരികിലേക്ക് ഇടിഞ്ഞു കിടക്കുന്നത്. മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ റോഡിലാകെ മണ്ണ് ഒഴുകിപ്പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു. പാതയോരത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞെത്തിയതെന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. പക്ഷേ മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും ഈ മണ്ണിവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല. ഇതോടെയാണ് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന നടപടി ഉടൻ ഉണ്ടാകണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവിടെ ഈ മഴ വന്നപ്പം മണ്ണ് മൊത്തം ഇടിഞ്ഞ് റോഡിൻ്റെ മുകളിൽ ഇവിടെ കിടപ്പുണ്ട്. അത് ഇനി മഴ പെയ്തുകൊണ്ടേ ഇരുന്നാൽ അത് മൊത്തം റോഡിൽ വന്ന് പോക്ക് വറക്കാനായിട്ട് ഇച്ചിരി പേടൊക്കെ വരും. അപ്പം ഈ മഴ വരും മുമ്പ് നിങ്ങൾ ആരെങ്കിലും വന്ന് ഈ മണ്ണൊക്കെ എടുത്ത് ഒന്ന് റോഡൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ ഒന്ന് വണ്ടി പോകണോ നടക്കാനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ട് ചെയ്തു തരണം. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടായതിന് മുകൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു. മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ വന്നാൽ റോഡിലാകെ മണ്ണൊഴുകി പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇത് ഗതാഗതം ദുഷ്കരമാക്കും. മാത്രവുമല്ല, മണ്ണ് നീക്കാതെ വന്നാൽ മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടിയതായും വരും. കേരള ചിത്രകലാ പരിഷത്ത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രശില്പ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ശില്പിയും ചിത്രകലാധ്യാപകനുമായ KR ഹരിലാൽ നിർവഹിച്ചു. കുട്ടികളുടെ സർഗശേഷി വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ കമ്മിറ്റി 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മർ ചിത്രശില്പ പരിശീലന ക്യാമ്പിന് തുടക്കമിട്ടിരിക്കുന്നത്. ചെറുതോണി ചിത്രകലാ പരിഷത്ത് ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിച്ച ക്യാമ്പ് ചിത്രകലാ അധ്യാപകനും ശില്പിയുമായ KR ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആസ്ഥാന മേഖലയിലുള്ള നിരവധി അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ആവശ്യപ്രകാരമാണ് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ജില്ലാ പ്രസിഡന്റ് ബിജു നീള പറഞ്ഞു. ഇത് വിവിധ മുതിർന്ന ആളുകൾ, അതായത് ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ എല്ലാം നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരമാണ് നമ്മളിപ്പോൾ ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരായിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഗുണങ്ങൾ ഈ കുട്ടികൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ശില്പരംഗങ്ങളിലാണെങ്കിലും ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്ന വളരെ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ ഇടുക്കി ജില്ലകളിലുള്ളൂ. അപ്പോൾ ഈ ചെറുതോണി അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ ശില്പരംഗങ്ങളിലും ചിത്രകലാ രംഗങ്ങളിലും ഇത്തരം പരിശീലനങ്ങൾ നടത്തിക്കൊണ്ട് കുട്ടികളെ നല്ല പൗരന്മാരായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും ചിത്രകലാ രംഗത്തും ശില്പരംഗങ്ങളിലോട്ടും ഇവരെ തിരിച്ചു കൊണ്ടുവരിക, ഇവരുടെ സർഗാത്മകമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് പരിഷത്തിനുള്ളത്. ചിത്രശില്പ മേഖലയിലെ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രായഭേദമന്യേ ആർക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. ട്രഷറർ ഷാജി കഞ്ഞിക്കുഴി, രാജേഷ് അഗസ്റ്റിൻ, ബിനു വർണ്ണരേഖ എന്നിവർ നേതൃത്വം നൽകും. കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ഇംഗ്ലീഷ് റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. ഹൊറിസോൺ 2K25 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 4 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തുന്നത്. സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 4 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അനായാസം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശത്തിലേക്കാണ് ഈ അവധിക്കാലത്ത് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളത്തെ ക്യാമ്പിൽ തീർച്ചയായും ഒരു വിദേശിയെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. രക്ഷിതാക്കളും കുട്ടികളും വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെയുമാണ് ഈ ക്യാമ്പിൽ പങ്കുകൊള്ളുന്നത്. ഹൊറിസോൺ 2K25 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ക്ലബ്ബ് അംഗങ്ങളായ LP മുതൽ ഹൈസ്കൂൾ വരെയുള്ള 50 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഇംഗ്ലീഷ് ക്ലബ്ബ് സെക്രട്ടറി സിജോ KV, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അനിത ശേഖർ, ഇംഗ്ലീഷ് അധ്യാപകരായ ജൂബി അന്ന ഉമ്മൻ, ഉണ്ണികൃഷ്ണൻ KK, മെർലിൻ കുര്യൻ, മോൻസി P മോഹനൻ, ഹിമ അന്ന തോമസ്, അനിത KR എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ICDS സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമിലെ സ്കൂൾ കൗൺസിലർമാരുടെ ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആർക്കുളത്ത് നടന്നു. തളിർ എന്ന പേരിൽ മുത്തിയൂരുണ്ടയാറിൽ നടന്ന പരിപാടി ശിശുവികസന പദ്ധതി ഓഫീസർ ഷിജിമോൾ KS ഉദ്ഘാടനം ചെയ്തു. ലഹരി വിമുക്തി, അവധിക്കാല മാനസിക ഉല്ലാസം, സുരക്ഷ, വനിതാ ശിശുവികസന വകുപ്പിലെ വിവിധ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർക്കുളം മുത്തിയൂരുണ്ടയാർ അംഗൻവാടിയിൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാം നടത്തിയത്.
ഇടുക്കി ICDSലെ സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമിലെ സ്കൂൾ കൗൺസിലർമാരുടെ ലീഡർഷിപ്പിലാണ് പരിപാടി നടന്നത്. ശിശുവികസന പദ്ധതി ഓഫീസർ ഷിജുമോൾ KS ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഡിജോദാസ് കൗമാരക്കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ലഹരി എന്ന വിപത്ത പരിഹാര മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രശ്നത്തിന്റെ തീവ്രത അനുസരിച്ചിട്ട് 1-2 മണിക്കൂർ ഇടവിട്ട് ചുമടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു ഡോക്ടറും സെയിം ഡോസ് സാധനം കൊടുക്കില്ല. 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കഴിച്ചോളാൻ പറയില്ല. അല്ലെങ്കിൽ മരുന്ന് മാറ്റി കൊടുക്കും. കാരണം ടോളറൻസ് ചെറിയ മാറ്റം, ടോളറൻസ് ചേഞ്ച് ചെയ്താൽ ടോളറൻസ് പ്രശ്നമുണ്ട്. മുട്ടം PHCയിലെ RBSK ഉദ്യോഗസ്ഥ ചിപ്പി കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ജോബി കുര്യാക്കോസ്, ICDS സൂപ്പർവൈസർ ഉമൈബത്ത്, സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ സരിത KR തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിലെ 1994-95 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. IB എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ 4ാം വർഷമാണ് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിൽ 1994-95 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത്. സ്കൂൾ കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ ഒരിക്കൽ കൂടി പുതുക്കുകയാണിവർ. പഴയ സ്കൂൾ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചർച്ചയും നടന്നു. IB എബ്രഹാം യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഈ കൂട്ടായ്മ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഇടയ്ക്കൊക്കെ വെച്ച് ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒരു താല്പര്യമില്ലായ്മ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് പല കാര്യങ്ങളുണ്ട്. അതൊക്കെ പൊക്കോട്ടെ. താല്പര്യമുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അത് തന്നെ വളരുന്നത്. അതായത് നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ 94 SSLC സെന്റ് ജോസഫ് SSLCന്റെ ബാച്ചിന്റെ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകും. ഈ രീതിയിൽ അല്ലെങ്കിലും വേറെ രീതിയിൽ ഇതുപോലെ യോഗം കൂടി നടത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ കൂടി നമ്മൾ ഈ മെയ് മാസം തന്നെ അടുത്ത വർഷവും വരുന്ന വർഷങ്ങളിൽ നടത്തും. അതിനകത്തൊരു സംശയമില്ല. ഷമീർ ബേക്കർ അധ്യക്ഷനായിരുന്നു. നോബിൾ കുര്യൻ, മോളിക്കുട്ടി, ഷിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലിയിൽ ഡിസ്ട്രിക്ട് ഗവർണർമാരുടെ ഔദ്യോഗിക സന്ദർശനം നടന്നു. യോഗത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും വീടുകളുടെ താക്കോൽദാനവും നടന്നു. ലയൺസ് ക്ലബ്ബുകൾ നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതികളിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി എന്നും മാതൃകയാണെന്നും ഇത് മറ്റു ക്ലബ്ബുകൾക്ക് പ്രചോദനമാണെന്നും ഗവർണർ രാജൻ N. നമ്പൂതിരി പറഞ്ഞു. ഈ റീജിയനിലുള്ള ഒട്ടുമിക്ക ക്ലബ്ബുകളും ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സിഗ്നേച്ചർ പ്രോജക്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കരിയർ മാപ്പിംഗ് ആയിക്കോട്ടെ, സുഭിക്ഷമായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ചെയ്തു വന്നപ്പോൾ കാടമാലി ലയൺസ് ക്ലബിൻ്റെ ഇന്ന് മീറ്റിംഗ്, കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളാരംകുന്ന് മീറ്റിങ്ങിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് പറയുമ്പോൾ ഒട്ടുമിക്ക പ്രോജക്റ്റുകൾ ബാക്കിയില്ലാത്ത രീതിയിൽ അവരത് കവർ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ പ്രവർത്തനം നോക്കുമ്പോൾ അതുപോലെ കമ്പാരിസൺ എടുക്കാൻ പറ്റുന്ന ക്ലബ്ബുകൾ വളരെ വിരളമാണ്. ഇന്ന് ഞാൻ കാടംവാലി ലയൺസ് ക്ലബിൻ്റെ മീറ്റിങ്ങിൻ്റെ റിവ്യൂ മീറ്റിംഗ് എടുക്കുമ്പോൾ ഏകദേശം 95% പ്രോജക്റ്റുകളും ഈ വർഷം വിഭാവനം ചെയ്ത 95% ആൻഡ് എബോവ് പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തിയ ക്ലബ്ബുകളിലൊന്നാണ്. ക്ലബ് പ്രസിഡന്റ് PM ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. ഡിസ്ട്രിക്ട് കോർ ടീം അംഗങ്ങളായ സിബി കൊല്ലംകുടി, MM ജോസഫ്, ഡിസ്ട്രിക്ട് സെക്രട്ടറിമാരായ ജോർജ് തോമസ്, ജോസഫ് പുതുമന, ശ്രീകുമാർ VR, റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ്, സോൺ ചെയർമാൻ അമൻ മാത്യു, ക്യാബിനറ്റ് അംഗം ഫിലിപ്പ് ജോൺ, സരിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ പുതിയ അംഗങ്ങൾക്കുള്ള പ്രതിജ്ഞയും പുതുതായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും വൃക്ഷത്തൈ നടീലും നടന്നു. വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളും കാർഡമം വാലി ക്ലബ് കുടുംബാംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ 2025 മെയ് 21 MBC സ്കോളർഷിപ്പ് 2ാം ഘട്ട പരീക്ഷ നടത്തുന്നു. സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നവർക്ക് കുട്ടിക്കാനം മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ 60% സ്കോളർഷിപ്പുകളോടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അവസരം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9072200344, 7559933571, 9072100344 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാറ്റും കാഴ്ചകളും തേടി ഒരു യാത്ര പോയാലോ? നമ്മുടെ ചതുരംഗപ്പാറയിലേക്ക്. തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ച സമ്മാനിക്കുന്ന ചതുരംഗപ്പാറയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി.
സദാസമയം വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, മലമുകളിൽ കാറ്റിനെ തടഞ്ഞ് ഉയർന്നു നിൽക്കുന്ന കാറ്റാടികൾ, താഴ്വാരത്തിലെ കൃഷിയിടങ്ങൾ, ചെങ്കുത്തായ മലനിരകൾ, അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ചതുരംഗപ്പാറയിൽ. ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കാറ്റാടികൾ സ്ഥാപിച്ചിരിക്കുന്നത് തമിഴ്നാടാണ്. മലമുകളിൽ വരെ വാഹനങ്ങളിൽ എത്താമെന്നതാണ് പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷത. ട്രക്കിങ്ങിനും അനുയോജ്യം. കുത്തനെയുള്ള കയറ്റമാണെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം മൂലം അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. കള്ളിപ്പാറ മലയിൽ നിന്നും ചതുരംഗപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയും ഉണ്ട്. ഏലമലകളുടെയും തമിഴ്നാടൻ കൃഷിയിടങ്ങളുടെയും കാഴ്ച ആസ്വദിച്ച് ജീപ്പിൽ യാത്ര ചെയ്യാം. ഇത് ചാരപ്പാറ വ്യൂ പോയിന്റ് ആണ്. ഇപ്പുറത്ത് പോയാൽ കള്ളിപ്പാറയാണ്, ഇപ്പുറത്ത് പോയാൽ ചാരപ്പാറയാണ്. നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. ഒട്ടേറെ ആൾക്കാർ KSRTC ഉല്ലാസയാത്രയായിട്ട് ഇഷ്ടംപോലെ KSRTC വരുന്നുണ്ട്. ഇന്നും പറവം ബസ് ഉണ്ടായിരുന്നു, ആലുവ ബസ് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം KSRTC ഉണ്ടായിരുന്നു. നമ്മൾ പാക്കേജ് ആയിട്ട് എടുക്കുന്നതാണ്. ഒരാൾക്ക് 150 രൂപ വെച്ച് 2 പോയിന്റും കാണിച്ച് 1 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്യും, തിരിച്ചെടുക്കൊണ്ട് നടത്തുന്നു. അതുകൊണ്ട് സഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നല്ലൊരു പ്ലേസ് ആയിട്ട് മാറിയേക്കാണ്. ഇനി 10-15 ദിവസം കൂടെ അവധിയുണ്ട്. ഇനിയും ബസ്സുണ്ട്. നാളെയൊക്കെ ഒരു 10-13 ബസ് KSRTC ഉണ്ട്. പിന്നെ പാക്കേജായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് കാറുകളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഏതാനും വർഷങ്ങൾക്കിടെ ഇടുക്കിയുടെ അതിർത്തി മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായി ചതുരംഗപ്പാറ മാറി. KSRTCയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരംഗപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക. കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 187. വിൽപ്പനയ്ക്ക് വന്നത് 39,567. വിൽപ്പന നടന്നത് 38,717. കൂടിയ വില 2,650. ശരാശരി വില 2,214. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ. ഏലം കൂടിയ വില 2,100. ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 430. ഗ്രാമ്പു 780. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,710 രൂപ. വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. മരിച്ചത് മൂന്നാർ ഗൂഡാർവിള സ്വദേശിയും ഇപ്പോൾ കുറ്റിയാർവാലയിൽ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ, ഭാര്യ ജാനകി, മകൾ ഹെമിമിത്ര എന്നിവർ. നിക്സന്റെ മറ്റൊരു മകൾ പരിക്കുകളുടെ ആശുപത്രിയിൽ ചികിത്സയിൽ. കട്ടപ്പനയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളും ഹോട്ടൽ ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങളിലെയും ആളുകൾക്ക് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതോടെ ദുരിതത്തിൽ വാഴത്തോപ്പ് പേപ്പാറയിലെ ഒരു കുടുംബം. ദുരിതത്തിലായിരിക്കുന്നത് പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മയും കുടുംബവും.
കാലവർഷം അടുക്കുന്നതോടെ കുടുംബം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. കൊമ്പൊടിഞ്ഞാലിൽ 4 കുടുംബം വെന്തു മരിച്ചതിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും മരണത്തിലെ ദുരൂഹത പൂർണ്ണമായി നീക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പരാതി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.